ഗൈസ്, ഞാനിവിടെ കുറേ നാളായിട്ട് ഈ ഒരു പഴയ വീട്ടിലാണ് താമസിക്കണേ. ഞാൻ കുറേ നാളായി ഒരു പുതിയ വീട് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കണം. ഇപ്പോഴാണ് പൈസയൊക്കെ സെറ്റായത്. ഫുൾ ക്യാഷ് ഒന്നുമില്ല, ഡൗൺ പേയ്മെൻറ്റ് ചെയ്യാനുള്ള പൈസയൊക്കെ ഉണ്ട്. നോക്കിയതായാലും ഈ താറെടുത്തിട്ട് ആ വീടിൻ്റെ ലൊക്കേഷനിലേക്ക് പോവാം. ഇവിടെ അടുത്തുണ്ട് ഗൈസ്, അധികം ദൂരമൊന്നുമില്ല, നമുക്ക് വേഗം പോവാം. ഗൈസ്, ഞാനിങ്ങനെ ആ വീടിൻ്റെ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഗൈസ് വീട്, വലിയൊരു വീടൊക്കെ തന്നെയാണ്. ഗൈസ്, ഈ വീടിൻ്റെ മതിലിൽ ഒരു സ്റ്റിക്കറുണ്ട്. ഇതൊന്നും നമ്പറാണല്ലോ, ഇതാ ഓണറിൻ്റെ നമ്പറായിരിക്കും. നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഓക്കെ ഗൈസ്, ഞാനിവിടെ വീടിൻ്റെ ഓണറിൻ്റെ അടുത്ത് സംസാരിച്ചു. അയാളിപ്പോൾ വരാമെന്നാണ് പറഞ്ഞത്. നമുക്ക് അയാൾ വരുന്നവരെ ഏതായാലും വെയിറ്റ് ചെയ്യാം. ഗൈസ്, ഇവിടെ വീടിൻ്റെ ഓണർ വന്നിട്ടുണ്ട്. ചേട്ടാ, ഈ വീടിന് എത്ര രൂപയാണ്? ഈ വീടിന് 5.5 ലക്ഷമാണ്. 5.5 ലക്ഷമാണ്. ഞാൻ ഇപ്പോൾ 2 ലക്ഷം തരാം. ഓ ശരി, ബാക്കി കാശ് നീ പോയി തന്നാൽ മതി. ആ ശരി ചേട്ടാ, അങ്ങനെ തന്നെ ചെയ്യാം. ഗൈസ്, വീടിൻ്റെ ഓണർ അങ്ങനെ പോയിട്ടുണ്ട്. നമ്മൾ ഈ വീട് മേടിച്ചു, ഫുൾ ക്യാഷ് കൊടുത്തില്ല. അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കൊടുക്കാം. നമുക്ക് നമ്മുടെ താറെടുത്ത് എവിടെയെല്ലാം പാർക്ക് ചെയ്യാം. നമുക്ക് ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്യാം കേട്ടോ ഗൈസ്. വീടിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. നമ്മുടെ വണ്ടി നമുക്ക് ഇവിടെ ആയിട്ട് പാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. വീടിനേക്കാളും കുറേ മിറ്റമുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ ആണെങ്കിൽ ഹാളുണ്ട്. ഓ, ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്, ഒരു കിടിലൻ ബെഡൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, നമുക്ക് മുകളിൽ കയറി പോയി നോക്കാം. ഓ ഗൈസ്, ഇതൊരു ജിമ്മാണല്ലോ. ഇവിടെ ആണെങ്കിൽ കുറേ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ എന്താ ഗൈസ്, ഇതൊരു ജിമ്മാണല്ലോ. ഇത് ഈ വീടിൻ്റെ ഓണർ വല്ല ബോഡി ബിൽഡറാണോ? അയാളെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നല്ല, അയാൾക്ക് മസിലൊന്നുമില്ല. അതെന്തിനാണോ പിന്നെ അയാൾ ഇതൊക്കെ മേടിച്ച് വെച്ചേക്കണേ? ഗൈസ്, ഇവിടെ പിന്നെ ഒരു ടിവിയും PC-യും AC-യും ഉണ്ട് കേട്ടോ. നമുക്കിനി ഏതായാലും ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരാം. ഞാനിവിടെ കുളിച്ചിട്ട് വന്നു. ഇവിടെ ആണെങ്കിൽ രാത്രിയായി. നമുക്കിനി TV ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇത് സ്മാർട്ട് TV ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ PC ഒക്കെ വർക്ക് ചെയ്യണമെന്നാണോ? നമുക്ക് TVയിൽ എന്തെങ്കിലും കാണാം. ഇത് സ്മാർട്ട് TV ആണ് കേട്ടോ ഗൈസ്. നമുക്ക് നമ്മുടെ ചാനൽ തന്നെ കാണാം. ഞാൻ എൻ്റെ വീഡിയോസ് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അല്ല, ഈ TV എങ്ങനെ ഓഫായേ? അല്ല, ഇത് ആരെയും ചിരിക്കണേ? പ്രേതങ്ങൾ ചിരിക്കുന്നോട്ട് എനിക്കാണെങ്കിൽ പേടിയുണ്ട്. അല്ല, ഇപ്പം ചിരി തിന്നൂലോ. ഇതേ ഇപ്പം പിന്നെയും ചിരി തുടങ്ങി. ഇവിടെ ഒന്നും ആരും കാണാമല്ലോ കേട്ടോ ഗൈസ്. ചിലപ്പോൾ എനിക്ക് തോന്നിയതാണോ? നമുക്കിനി മുകളിൽ കൂടെ ഒന്ന് കയറിപ്പോയി നോക്കാം. ഗൈസ്, ഇപ്പം ചിരിയൊക്കെ മാറി, പക്ഷെ വേറെ എന്തോ സൗണ്ടാണ് കേൾക്കണേ. ആ ചിരി പോലെ ഒന്ന് ചിലപ്പോൾ എനിക്ക് തോന്നിയിരിക്കും, പക്ഷെ ഇപ്പം കേട്ട സൗണ്ട് ശരിക്കും കേട്ട പോലെയാണ് എനിക്ക് തോന്നിയത്. എൻ്റെ അമ്മോ, ചേച്ചി ആരാ? എന്തിനെ കൊണ്ട് വന്നേ? ഞാൻ നീലി, കള്ളിയങ്കാട്ട് നീലി, നിന്റെ ചോര ഓടിക്കാവുന്ന. അല്ല, ചേച്ചിക്ക് എൻ്റെ ചോര തന്നെ വേണോ? എങ്ങോട്ടാ പോയത്? ഗൈസ്, വേഗം ഓടിക്കോ, പണി പാളി. ഇന്ന് മേടിച്ച വീടാ, പൈസ പോലും കൊടുത്തു കഴിഞ്ഞില്ല, അതിന് പ്രേതമൊക്കെ വന്നു. ഗൈസ്, വേഗം ഓടിക്കോ. എൻ്റെ പൊന്നെ, ഏത് നേരത്താണ് ഈ വീട് മേടിക്കാൻ തോന്നിയത്? ഈ പ്രേതമുള്ള വീട് തന്നെ ഞാൻ കറക്റ്റായിട്ട് മേടിച്ചല്ലോ, അതെങ്ങനെയാണെന്തോ. ഗൈസ്, നമുക്ക് വേഗം വണ്ടി എടുത്തിട്ട് പോവാം. വേഗം സ്റ്റാർട്ടാവ്. വേഗം ഓടിക്കുക, പ്രേതം നമ്മുടെ പുറകെ വന്നാൽ പണി വാളും. നമുക്കിപ്പോൾ എങ്ങോട്ടാണ് ഗൈസ് പോണേ? ഗൈസ്, നമ്മുടെ വീടിൻ്റെ ഓണർ ഇവിടെ ഒക്കെ ഉണ്ട്. നമുക്ക് അയാളുടെ അടുത്ത് കാര്യം പറയാം. നമുക്ക് വേഗം ഇറങ്ങി പോയിട്ട് അയാളുടെ അടുത്ത് ചോദിക്കാട്ടെ ഗൈസ്. അതെ ചേട്ടനെ ഞാൻ ഇന്ന് രാവിലെ ഒരു വീട് മേടിച്ചില്ലേ? മേടിച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട് ചേട്ടാ, വലിയൊരു പ്രശ്നമുണ്ട്. ആ വീട്ടിലെ പ്രേതം വന്നു, കള്ളിയങ്കാട്ട് നീലി. എന്തോന്നു കള്ളിയങ്കാട്ട് നീലിയോ? നിനക്കല്ലോ പ്രാന്തോയോ? അല്ല ചേട്ടാ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞ, ഞാനിത് വിശ്വസിക്കൊന്നുമില്ല. ഇയാളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഈ ചേട്ടൻ്റെ അടുത്ത് പ്രേതത്തിനെ ഒഴിപ്പിക്കണ ഏതെങ്കിലും സ്വാമിമാരെ പഴിച്ചുകൊണ്ടെന്ന് ചോദിച്ചു നോക്കാം. ഗൈസ്, ഇയാളിവിടെ ചത്തു. നമുക്ക് വേഗം ഈ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. ചേട്ടന് പ്രേതത്തിനെ ഒഴിപ്പിക്കുന്ന സ്വാമിമാരെ ആരെങ്കിലും പരിചയമുണ്ടോ? എനിക്കൊരു സ്വാമിനെ പരിചയമുണ്ട്.
അതോ വില്ലേജിലാണ് താമസിക്കണേ? വില്ലേജിലാണോ? അതിവിടെ അടുത്തല്ലേ? അത് ഞാൻ പോയി കണ്ടോളൂ. താങ്ക് യു ചേട്ടാ. യെസ്, ഞാനിവിടെ സാമിനെ കണ്ടു. സാമി പറഞ്ഞത് ഇവിടെ ഒരു കാടുണ്ട്, ആ കാട്ടിൽ ഏതെങ്കിലും സൂപ്പർ കാർ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ ആ പ്രേതം പോന്നു. എൻ്റെ അമ്മോ, അയ്യോ ഞാൻ വീണേ. ചെറുതായിട്ട് ഒരാൾ ഇടിച്ചിട്ടുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു സൂപ്പർ കാർ വല്ലതും ഉണ്ടെന്ന് അന്വേഷിച്ച് നോക്കാം. ഇവിടെ ഒരു ലംബോർഗിനി ഇരിക്കണം കേട്ടോ ഗൈസ്. അല്ല, ഈ പ്രേതത്തിനൊക്കെ എന്തിനായിരിക്കും ശരിക്കും സൂപ്പർ കാറ്? എന്താണാവോ? നമുക്ക് പറഞ്ഞ പോലെ ചെയ്യാം. അത് പോവുകയാണെങ്കിൽ പോട്ടെ പ്രേതം. നമുക്ക് വേഗം കൊണ്ടുപോയി ആ കാട്ടിലിടാം. അതാ ഗ്യാങ്സ്റ്റേഴ്സിൻ്റെ ഏരിയയുടെ ബാക്കിലെങ്ങാണ്ടുള്ള കാട്ടിലാണ് കൊണ്ടുവന്നിടാൻ പറഞ്ഞത്. അതിവിടെ അടുത്ത് തന്നെയാണ്. നമുക്ക് വേഗം അങ്ങോട്ടേക്ക് ചെല്ലാം. ഇനി ആരെങ്കിലും ഇടിക്കരുത്. നമുക്ക് അധികം തട്ടാതെ മുട്ടാതെ വേണം വണ്ടി ഓടിക്കാൻ. ഈ ഗ്യാങ്സ്റ്റേഴ്സിൻ്റെ ബാക്കിൽ കുറച്ച് മരങ്ങളുണ്ട് ഗൈസ്. അതാണ് ആ കാട്. നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. ഈ ലംബോർഗിനി കൊടുക്കാൻ എനിക്ക് തോന്നുള്ളൂ ഗൈസ്, കാരണം വണ്ടിക്ക് നല്ല പവറുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ലംബോർഗിനി ഓടിക്കണേ. ഇതിക്കടെ പോകണം ഗൈസ്. വേണ്ട, ഇതിക്കടെ പോകണ്ട. നമുക്ക് നടുക്കേക്കടെ തന്നെ പോവാം. നടുക്കേക്കടെയാണ് വഴിയുണ്ടെന്ന് സ്വാമി പറഞ്ഞത്. നമുക്ക് ഇതിലാണ് പോകേണ്ടത്. ഈ മരത്തേലൊന്നും ഇടിക്കാൻ പാടില്ല. ഇടിക്കാതെ വേണം നമുക്ക് പോകാൻ. ഓക്കെ, നമുക്ക് നോക്കിയെടുക്കാം. ഓക്കെ ഗൈസ്, ഈ കാടിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെ ഒരു പറക്കണ മരം ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിൻ്റെ താഴെ കാറിടുന്നു. ആ പറക്കണ മരം എവിടെയാ? അത് ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. ഇത് പറക്കണ മരം. എൻ്റെ പൊന്നെ, നമുക്കിനി ഇതിൻ്റെ അടിയിൽ കാറിടാം. അപ്പോൾ ചിലപ്പോൾ ആ നീലി ചേച്ചി പ്രത്യക്ഷപ്പെടുമായിരിക്കും. നമ്മളിവിടെ അങ്ങനെ വണ്ടി കറക്റ്റായിട്ട് പാർക്ക് ചെയ്തു വരും. നമുക്ക് നീലി വരുമോ നോക്കാം. ഒരു ചിരി ഒന്ന് നിർത്തി നോക്കിയിട്ട് തലവേദന എടുക്കണം. നീ സൂപ്പർ കാർ കൊണ്ടുവന്നല്ലേ? ഞാൻ ഈ സൂപ്പർ കാറിന് വേണ്ടിയാണ് ഈ ലോകം മൊത്തം അലഞ്ഞത്. അല്ല, ചേച്ചിക്ക് എന്തിനാ സൂപ്പർ കാർ? എനിക്ക് ഓടിക്കാൻ, അല്ലാതെ എന്തിനാ? നീ എന്തെങ്കിലും ഒരു ആഗ്രഹം പറ, ഞാനത് സാധിച്ചു തരാം. എനിക്കൊരു ലക്ഷറി കാർ വേണം. ശരി, സാധിച്ചു വന്നിരിക്കുന്നു. നീ പുറകിലേക്ക് നോക്ക്. ഇനി ഞാൻ പോവാണ്. ഗൈസ്, ആ നീലി ചേച്ചി കാറും കൊണ്ട് പോയി. ഗൈസ്, റോൾസ് റോയ്സ്. എൻ്റെ മോനെ, വണ്ടി ഒരു രക്ഷയില്ല. ഇത് നീലി ചേച്ചി നമുക്ക് ഗിഫ്റ്റ് തന്നതാണ്. നമ്മളോട് ആഗ്രഹം ചോദിച്ചപ്പോൾ ഞാൻ ലക്ഷറി കാർ വേണമെന്ന് പറഞ്ഞില്ല ഗൈസ്. അപ്പോൾ തന്നാണ്. മരമൊക്കെ ചെന്നിട്ട് ഇടിച്ച് പൊളിച്ചു. ആ കുഴപ്പമില്ല, ഇങ്ങോട്ട് വരുമ്പോൾ ഇടിച്ച് പൊളിക്കരുതെന്നാണ് സ്വാമി പറഞ്ഞത്. എന്തായാലും നീലി ചേച്ചി ഒരു നല്ല പ്രേതമാണ്. നമുക്ക് ഗിഫ്റ്റായിട്ട് റോൾസ് റോയ്സൊക്കെ തന്നില്ലേ. ഈ വണ്ടി നല്ല എക്സ്പെൻസീവ് വണ്ടിയാണ് കേട്ടോ. നമുക്കിനി ഇതുകൊണ്ട് വീട്ടിലേക്ക് പോവാം. ഞാനിവിടെ വണ്ടി കൊണ്ട് വീട്ടിലേക്ക് എത്തി. നമ്മുടെ താറിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. താറ ലംബോർഗിനി ഇരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇരിക്കണേ. അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും പോയി റിപ്പയർ ചെയ്യാം. നമുക്കിനി കുറച്ച് നേരം കിടന്നുറങ്ങാം. വയ്യാണ്ടായി. സമയം ഇവിടെ 12 മണി കഴിഞ്ഞു.